അഞ്ചാം ദിനവും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം തുടരുകയാണ്. 20ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തത്. ഏതാക്രമണങ്ങളെയും നേരിടാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. അതിനിടെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഹാക്ക് ചെയ്തതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാനെതിരെ ഇസ്രയേലും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഇറാനിയൻ പോർ വിമാനങ്ങളും ആണവ കേന്ദ്രങ്ങളും ഇന്നലെ രാത്രി ഇസ്രയേൽ തകർത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിയൻ ടെലിവിഷൻ ചാനലായ IRINN ആസ്ഥാനത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ G7 ഉച്ചകോടിയിൽ ഇസ്രയേലിന് പിന്തുണ നൽകി. പ്രശ്നങ്ങൾ വഷളാകാൻ കാരണം ഇറാനാണെന്നും G7 ആരോപിച്ചു. സംഘർഷം നിയന്ത്രിക്കണമെന്ന ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവന ആവശ്യപ്പെടുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് G7 ഉച്ചകോടി വെട്ടിച്ചുരുക്കി അമേരിക്കയിലേക്ക് മടങ്ങി. പെട്ടെന്നുള്ള മടക്കത്തിന് വെടിനിർത്തലുമായി ബന്ധമുണ്ടെന്ന വാർത്തകളെ ട്രംപ് തള്ളി. ഇറാനെതിരായ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും 21 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇതിനിടെ ഇറാനോട് ചേർന്നുള്ള ഹോർമുസ് കടലിടുക്കിനടുത്തു വെച്ച് കപ്പലുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ട എണ്ണ ടാങ്കറിലുണ്ടായിരുന്ന 24 ജീവനക്കാരെ രക്ഷിച്ചു. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.